ഇനി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തീപിടിക്കുന്നത് ഒഴിവാക്കാൻ ബാറ്ററി കട്ടിംഗ് സിസ്റ്റം പരിചയപ്പെടുത്തി തൃശ്ശൂരിലെ ഒരു ഓട്ടോ ഇലക്ട്രീഷ്യൻ. നാട്ടിക സ്വദേശി മുഹമ്മദ് നജീബാണ് ഈ സംവിധാനം പരിചയപ്പെടുത്തുന്നത്. ബാറ്ററി കട്ടിംഗ് സിസ്റ്റം വണ്ടിയിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും തീപിടുത്തം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഇക്കാര്യം തെളിവ് സഹിതം പരിചയപ്പെടുത്തുകയാണ് ഈ യുവാവ്. അദ്ദേഹത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലേറെ കയ്യടി നേടിയിട്ടുണ്ട്. മരിയ മരുതോലിന്റെ റിപ്പോർട്ട്. വണ്ടി ഓടിക്കുന്നതിനിടയിൽ വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന കഥകളൊക്കെ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നു. നമുക്ക് വാഹനങ്ങളിൽ ഇരിക്കുമ്പോൾ ഈ പുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്മെല്ലോ വരുന്ന സാഹചര്യത്തിൽ പുറത്തിറങ്ങാതെ തന്നെ ബോണറ്റ് ഒന്നും തുറക്കാതെ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ഒരു വാഹനം ഓഫ് ചെയ്യുന്ന ഒരു സംവിധാനമാണിത്. ബാറ്ററി കട്ട് ഓഫ് എന്ന് പറയും. ഇതിനെപ്പറ്റി കൂടുതൽ നമ്മളോട് സംസാരിക്കാൻ ചേർന്നത് നജീബാണ്. ഇതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നജീബ് സംസാരിക്കും. ഈ ഒരു സിസ്റ്റം എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഷോർട്ട് സർക്യൂട്ട് വാഹനത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു പുകയോ അല്ലെങ്കിൽ ഒരു സ്മെല്ലോ വരിക. ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഈ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ സ്വിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഷോർട്ട് സർക്യൂട്ട് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ ഈ വാഹനത്തിനുള്ളിലേക്ക് പിന്നെ ഒരു കണക്ഷൻസ് ഒന്നും വരുന്നില്ല. എല്ലാ ഭാഗങ്ങളും ഓഫായി. നമ്മൾ ഇഗ്നിഷൻ പോലും ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. അതിപ്പോൾ റണ്ണിങ്ങിൽ പോകുന്ന സമയത്തായാലും നമ്മൾ ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വാഹനം നിൽക്കുകയാണ്, സ്റ്റോപ്പ് ആവുകയാണ്. അതായത് ഓൾട്ടറേറ്റർ വരെ നമ്മൾ ഇതിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിപ്പോ ഷോർട്ട് സർക്യൂട്ട് ഇല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ആ ബ്രേക്കർ ഓഫ് ആണ് കേട്ടോ. ഇനി ഞാൻ ഓൺ ആക്കി ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ ബ്രേക്കർ ഓൺ ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു സമയത്ത് കണ്ട ഇത് ബോഡിയുമേ ടച്ച് ആവുന്ന ഒരു സംഭവമാണ്. കാരണം ഈ വാഹനത്തിന്റെ ബാറ്ററി എല്ലാ ഭാഗങ്ങളിലും എർത്തായിരിക്കും. അപ്പൊ നമ്മൾ വീടുകളിൽ പോലെയുള്ളതല്ല, എല്ലാ ബോഡി ഫുൾ എർത്തായിരിക്കും. നെഗറ്റീവ് കേട്ടോ. പോസിറ്റീവ് ആണ് എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നത്. അപ്പൊ പോസിറ്റീവ് എവിടെയെങ്കിലും ഇതുപോലെ സ്ലീവ് പോയിട്ട് ടച്ച് ആയിട്ടുണ്ടെങ്കിൽ ഇതാണ് ഷോർട്ട് സർക്യൂട്ട് വരുന്നത്. ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പൊ കനം കുറഞ്ഞ വയറാണ് വെച്ചാൽ ഇത് പെട്ടെന്ന് ഡിസ്കണക്ട് ആയി പോകും. പക്ഷെ ഹെവി ഡ്യൂട്ടി വയറാണ് വെച്ചാൽ ഫുൾ ടൈം ഇങ്ങനെ കത്തി ഇങ്ങനെ നിന്നോണ്ടിരിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവാൻ സാധ്യത. ഇത് എത്രമാത്രം നമുക്കൊരു വാഹനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? എത്രമാത്രം പ്രാക്ടിക്കൽ ആയിരിക്കും ഇത്? ഇത് ഒരു 99% പ്രാക്ടിക്കലാണ്. കാരണം ഞാനിതൊരു 1996 മുതലാണ് ഞാനിത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച് ഓട്ടോമൊബൈൽ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം ഒരുപാട് വാഹനങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫയർ ആയിട്ടുണ്ട്. വർക്ക്ഷോപ്പുകളിലൊക്കെ വെച്ചിട്ട്. പിന്നെ പുറത്തും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാൻ ചെയ്യാറ്. അന്ന് ഇതേപോലത്തെ സിസ്റ്റം, ഇതിന്റെ വേറൊരു സിസ്റ്റം അന്ന് അംബാസഡർ കാറുകളൊക്കെ ബാറ്ററി ഡൗൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതിപ്പോ 4 ലെഗാണ് വരുന്നത്. കാരണം ഓൾട്ടർനേറ്റർ വരെ നമ്മൾ ഡിസ്കണക്ട് ചെയ്യാണ്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ 99% സക്സസ് ആണ്. ഇത് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് അല്ലാത്ത കാര്യങ്ങൾ കൊണ്ടാകുന്ന ഒരു ഫയറിംഗിൽ ഇത് ഹെൽപ്പ് ചെയ്യോ? ഇല്ല, ഷോർട്ട് സർക്യൂട്ട് അല്ലാത്ത കാര്യങ്ങളിൽ ഇത് ഹെൽപ്പ് ചെയ്യില്ല. പക്ഷെ വാഹനങ്ങൾ ഒരു 99% ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് ഫയർ ആവാൻ ചാൻസ് വരുന്നത്. ഇതിന്റെ കോസ്റ്റ് വരുന്നത് ഒരു 1000 റുപ്പീസ് താഴെയാണ് ഇതിന്റെ സ്വിച്ചിന്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ ഇതിന്റെ വയറിന് അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലിയാണ്. ഒരു 400-500 ഒക്കെ മീറ്റർ ലെങ്ത് വരും. പല വണ്ടികൾക്ക് പല റേഞ്ചാണ് വരുന്നത്. നിരത്തുകളിൽ വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന അവസ്ഥകൾ മിക്കതും ഷോർട്ട് സർക്യൂട്ട് മൂലമാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇതുപോലുള്ളൊരു എക്യുപ്മെന്റ് വളരെ സഹായകരമാണ്. ഡ്രൈവർക്ക് മാത്രമല്ല പാസഞ്ചറിനും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിന്റെ ഗുണം. വിപണികളിലും ഓൺലൈൻ വിപണികളിലും ഇത്തരം എക്യുപ്മെന്റ്സ് സഹായകരമാണ്. പുതിയതായിട്ട് വാഹനം എടുക്കുന്നവർക്കും ഇത്തരത്തിൽ ഭയമുള്ളവർക്കും അപകടങ്ങൾ തടയാൻ ഇത് വളരെയധികം സഹായകവുമാണ്. മരിയ മരുതോലിൽ, മനോരമ ന്യൂസ്, തൃശൂർ.